Good afternoon, dear children. Good afternoon. Good afternoon, teacher. Food കഴിച്ചോ എല്ലാവരും? Yes. ഉറങ്ങാനായോ? ഫുഡൊക്കെ കഴിക്കുന്ന ടൈമാണല്ലേ? ഓക്കെ ഓക്കെ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറക്കം വരുന്ന അതുകൊണ്ട് നമുക്ക് ഉറങ്ങാം അല്ലേ? കണ്ടോ, മിസ് ഇടയ്ക്ക് വിളിക്കുന്നു. Then all of you take your textbook. അതിന് പേര് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രസന്റ് അടിക്കാം. അപ്പൊ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യുന്ന ഒരു പേര് മാത്രം മതി. വീണ്ടും വീണ്ടും ആവർത്തിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഡാനിയൽ രാവിലത്തെ ഹോംവർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അവൻ ആ മൈന ചിത്രപൂരാക്കർ രംഗ് ഭരോ പറഞ്ഞിട്ടില്ലേ, ആ മൈനയ്ക്ക് നല്ല കളറൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഡാനി വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഡാനി തന്നെ ചെയ്തതാണോ അത് കളറൊക്കെ കൊടുത്തത്? വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഇപ്പൊ എത്ര പേര് ചെയ്തു രാവിലത്തെ ഹോംവർക്ക്? ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പൊ ചെയ്യണം, ഹോംവർക്ക് ചെയ്യണം. കളർ കൊടുക്കാനുള്ളത് കളർ കൊടുക്കാം. അപ്പൊ ഒന്നുകൂടെ അത് ചാപ്റ്ററിലെ അഭ്യാസം പറഞ്ഞു തരാം. നമ്മള് രാവിലത്തെ ക്ലാസ്സിൽ ഐക്ക് മാത്രയാണ് പഠിച്ചത്. ഐന്റെ ചിഹ്നമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇർഷാദ് ലിസൺ ഹിയർ. അപ്പൊ നമുക്ക് എക്സാമിന് ഈ പാഠം കൂടെ മതിയാവും തോന്നുന്നു. ഇതും കൂടെ മതി, 9 വരെ മതി. ഇപ്പോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഒന്നുകൂടെ നമ്മൾ ആദ്യം തൊട്ട്, അതായത് ഇപ്പം ഫസ്റ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഒന്ന് റിവിഷൻ ചെയ്യാൻ പോവാണ്. ഇപ്പൊ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആബ്സെന്റ് ആകരുത് കേട്ടോ. അനാവശ്യ, അതായത് അത്രയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങളത് വിടുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. പിന്നെന്താന്ന് വെച്ചാൽ അഥവാ റേഞ്ച് പ്രോബ്ലം കാരണമാണ് നിങ്ങളുടെ ക്ലാസ് നഷ്ടമാകുന്നതെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ക്ലാസ് മസ്റ്റായിട്ട് കാണുന്നത്. നമ്മുടെ ഇതുവരെയുള്ള ക്ലാസ് കിട്ടാത്തവർക്ക് നമ്മുടെ റിവിഷൻ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഉപകാരമായിരിക്കും. ആ റിവിഷനിലൂടെ നമുക്ക് ആ പാഠഭാഗങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ലെസൺ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഐക്ക് മാത്രയാണ്, ഐന്റെ ചിഹ്നമാണ്. അപ്പൊ ഐന്റെ ചിഹ്നം എങ്ങനെയാന്ന് പഠിച്ചു. എങ്ങനെയാണ്? നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളുടെ മുകളിൽ 2 വരയാണ് ഇടുന്നത്. 2 വര എന്ന് പറഞ്ഞാൽ ചരിഞ്ഞിട്ട് 2 വരയാണ് ഇടുക. ഐന്റെ ചിഹ്നം അങ്ങനെയാണ്. അപ്പോ ഐക്ക് മാത്രക്ക ശബ്ദ ലിസൺ. ഐസെ ഐരാവത്, തൈല, ബൈൽ, മൈന, തൈരാക്ക്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോ എങ്ങനെ വായിക്കണത്? ത പ്ലസ് ഐക്ക് മാത്ര പ്ലസ് ലാ. How can say this word? തൈല. അതേപോലെ ബ പ്ലസ് ഐക്ക് മാത്ര പ്ലസ് ലാ. അപ്പൊ കൂട്ടി വായിക്കുമ്പോ ബൈൽ. അങ്ങനെ തന്നെ വായിക്കണം കേട്ടോ. നെക്സ്റ്റ് പഠിക്ക സീഖോ. ബൈഗ്, ഭയ്യ, സൈനിക്, ബൈറ്റ്, നയ്യ, മൈദാൻ, സൈർ, മയ്യ, പൈർ, ബൈൽഗാഡി, മൈദ, ഹൈരാൻ. നെക്സ്റ്റ് എന്താണ്? സുബഹ് കി സൈർ, എ മോർണിംഗ് വാക്ക്. അപ്പം
നമ്മുടെ ശൈലജയുടെ ഭായി ഭായി എന്ന് പറഞ്ഞ ബ്രദർ ഭയ്യ, ശൈലജയുടെ ഭയ്യ. പിന്നെ ആരൊക്കെയായിരുന്നു? കൈലാഷ്. ഇവര് 3 പേരും കൂടെ മോർണിംഗ് വാക്ക്, 2 പേരും ആദ്യം മോർണിംഗ് വാക്കിന് പോകുമ്പോ കൂടെ കൈലാഷ് കൂടെ വന്നു എന്നാ പറയുന്നത് അല്ലേ. അപ്പൊ അവര് പോകുന്ന സമയത്ത് അവര് മരത്തിന്റെ മുകളിൽ ഒരു മൈനയെ കണ്ടു. ആ മൈനയുടെ ഇനി വീണ്ടും ആവർത്തിച്ച് പറയണ്ടല്ലോ, അത് ഷോർട്ടായിട്ട് പറഞ്ഞത് രാവിലെ പറഞ്ഞ കഥയാണ് അല്ലേ. പിന്നെ മൈനയെ നല്ല ഹാപ്പി ആയിട്ട് അതിന്റെ മുകളിൽ ചിറകിട്ടടിക്കുന്ന കണ്ടു. ഇത് കേട്ടുകൊണ്ട് കൈലാഷ് വന്നു. കൈലാഷിനും ഭയങ്കര സന്തോഷമായി പക്ഷീനെ കണ്ടിട്ട്. നമ്മുടെ വീട്ടിലും പക്ഷികളൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിനൊക്കെ ഒന്ന് നിരീക്ഷിക്കണം. എന്തൊക്കെയാ ചെയ്യുന്നത്? ഓരോ പക്ഷികൾ വ്യത്യസ്തമായിട്ട് സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നല്ലേ. നല്ല ഭംഗിയുള്ള സൗണ്ട് ഉണ്ടാക്കുന്നവരുണ്ട്, പിന്നെ കലപില കൂട്ടുന്നവരുണ്ട് അല്ലേ. ശ്രദ്ധിച്ചു നോക്കിയാൽ നല്ല രസമാണ്. പിന്നെ അങ്ങനെ അവര് മോർണിംഗ് വാക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോ എന്താ ചെയ്തത്? നമ്മള് മോർണിംഗ് വാക്കിന് പോകുമ്പോ കണ്ട കാര്യം എന്താണ്? നമ്മുടെ മൈനയെ കണ്ട കാര്യമാണ് പറഞ്ഞല്ലേ. അപ്പൊ ആ മൈനയുടെ പിക്ചർ നമ്മുടെ ശൈലജ വീട്ടിൽ വന്ന പാടെ ഒരു ഡ്രോയിങ് പേപ്പർ എടുത്തിട്ട് അതില് വരച്ചു എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പൊ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാനൊരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നാളെ മുതൽ നമ്മൾ മോർണിംഗ് വാക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് വാക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എന്താണ്? അതിലൂടെ നമുക്ക് എന്താ? സാവിയോ ജോ സിറ്റ് പ്രോപ്പർലി. മോർണിംഗ് വാക്കില് അത് രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ട കാര്യം നിങ്ങളൊരു പേപ്പറില് അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ഷീറ്റില് ചാർട്ട് പേപ്പറിലോ ഒന്ന് വരച്ചു നോക്കുക. ഒരു പക്ഷീനെ കണ്ടെങ്കിൽ പക്ഷിയുടെ പിക്ചർ വരയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താണ് കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ പകർത്താം അല്ലേ. നോക്കട്ടെ എത്ര പേര് ചിത്രകാരന്മാരാവുന്നുണ്ടെന്ന്. നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ ഞാനത് ചോദിക്കും, ഓർക്കണേ. ഓക്കെ, then page number 42. Right. ശബ്ദാർത്ഥ് സൈർ ഘൂമന. സൈർ means walk, ഘൂമന walk. ഹൈരാൻ സർപ്രൈസ്ഡ്. पर wings, ചിത്ര പിക്ചർ, ഫൈലാക്കർ സ്പ്രെഡ്. നിങ്ങൾ എന്ത് ചെയ്യണത്? എന്താ പറഞ്ഞത് രാവിലെ? നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതാൻ പറഞ്ഞു അല്ലെ. ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പേജ് നമ്പർ 40 ലെസന്റെ പേര് എഴുതുക. ഫസ്റ്റ് ഐക്യ മാത്ര എന്ന് എഴുതുക. അതിന് ശേഷം ആ വാക്കുകൾ, ആ പ്ലസ് ഇട്ട അക്ഷരങ്ങൾ ചേർത്ത വാക്കുകൾ ഉണ്ടാക്കുന്ന അത് എഴുതുക. പതിവ് പോലെ തന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ ഹോംവർക്ക് ചെയ്യുക. പഠിക്കൽ സീക്കോ എന്നുള്ള ഈ വേർഡ്സ് എല്ലാം ഒരു പ്രാവശ്യം നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതണം. ഇപ്പൊ 2 ഹോംവർക്കായി 40 പേജിൽ അല്ലെ. 40ാമത്തെ പേജിൽ 2 ഹോംവർക്ക് ആയിട്ടുണ്ട് നോട്ട് ബുക്കില്. ഇനി 42ാമത്തെ പേജ് നോക്കിയേ. ശബ്ദാർത്ഥ്. റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ശബ്ദാർത്ഥം എന്നുള്ളത് നിങ്ങൾ ഒരു പ്രാവശ്യം നോട്ട് ബുക്കിലേക്ക് എഴുതണം. ഏത് വാക്കാണ് എഴുതുന്നത്? സൈർ വോക്ക്. അതിന്റെ ഇംഗ്ലീഷ് മീനിങ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. സൈർ വോക്ക്, ഹൈരാൻ സർപ്രൈസ്ഡ്, per വിങ്സ്, ചിത്ര പിക്ചർ, ഫൈലാക്കർ സ്പ്രെഡ്. നെക്സ്റ്റ് ശ്രുതിലേഖ്. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ശ്രുതിലേഖ് ഉണ്ടായിരിക്കുന്നതാണ്. എന്താണ് ശ്രുതിലേഖ്? ഡിക്റ്റേഷൻ. Each one write 3 times. നെക്സ്റ്റ് പറഞ്ഞത് എഴുതിയതല്ലേ. ഫസ്റ്റ് തൈർന, തൈരാക്ക്, തൈല, പൈർ, ബൈൽഗാഡി, മൈന, ഡൈന. ലാസ്റ്റ് നമ്പർ 3 ശബ്ദ പൂരെ കരോ. ഭയ്യ, പൈർ, ഹൈരാൻ, ബൈറ്റ്, ഡൈന. ഈ എഴുതിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എഴുതാത്തവരുണ്ടോ? ഇത് ഏബൽ മാത്യു എന്താണ്? മിസ് ആദ്യം മുതലേ ഒന്ന് വായിക്കാവോ? ആദ്യമേ ഞങ്ങളൊന്ന് ക്ലാസ്സിൽ കയറിയപ്പോഴത്തേക്കും കോള് വന്നായിരുന്നു. അതെയോ? റിയാൻ എന്താണ് പ്രശ്നം? റയാൻ ഒന്നുമില്ല. ഇവിടെ കൈ ഉയർത്തി ഇങ്ങനെ നിൽക്കുക റയാൻ.
നിങ്ങളുടെ കൈ ഇങ്ങനെ കാണാം ഇവിടെ. ചുമ്മാ കൈ ഉയർത്തിയാലേ. ഓക്കെ. അപ്പൊ ആദ്യം മുതൽ പറയണോ ഏബലേനി? അഭ്യാസാണ് പറയണ്ടേ? മോനെ ഇത് രാവിലത്തെ ക്ലാസ്സിൽ മോൻ ഉണ്ടായിരുന്നില്ലേ? അത് തന്നെയാണിത്. എഴുതിയില്ലേ? ഓക്കെ, രാവിലത്തെ ക്ലാസ്സിൽ തന്നെയാണ്. ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹോംവർക്ക് ചെയ്ത് കാണിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, അംഗ്രേജി ശബ്ദസേ മിലാൻ തരം. എനിക്ക് നിങ്ങളെ കൊണ്ട് ഒന്ന് ഈ പാഠഭാഗം വായിപ്പിക്കാനുള്ള ടൈം വേണം, അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഓടിച്ചു പോകുന്നത്. അംഗ്രേജി ശബ്ദസേ മിലാൻ കരോ. എന്താണ്? ഇംഗ്ലീഷ് വേർഡ് എഴുതാനാണ്, അതായത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ബൈൽ, ഓക്സ്, മൈതാൻ, ഫീൽഡ്. കറക്റ്റ് ആണ്, ഒന്നുകൂടെ നോക്കുക, രാവിലെ ചെയ്ത കാര്യം കറക്റ്റ് ആണോ നോക്കുക. മൈതാൻ, ഫീൽഡ്, സൈനിക്, സോൾജിയർ. ഇർഷാദ് വീഡിയോ ഓഫ് ചെയ്യരുത്. ഫോണിൽ നീ തൊടേണ്ട ആവശ്യമില്ല, അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ നീ ആ വർക്ക് ചെയ്യ്. തൈരാക്ക്, സ്വിമ്മർ മാച്ച് ചെയ്യാം. നെക്സ്റ്റ് നയ്യ, ബോട്ട്, മയ്യ, മദർ, ബൈഠന, ടു സിറ്റ്, ഹൈരാൻ, സർപ്രൈസ്ഡ്. നെക്സ്റ്റ് शैलजा किसके साथ सैर करने गई? निया, शैलजा किसके साथ सैर करने गई? भैया. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയേ, ഭയ്യാക്കെ സാത്ത് അല്ലെ. ആൻസർ ഈസ് ഭയ്യ. ആരുടെ കൂടെയാണ് സൈർ, അതായത് നടക്കാൻ ഇറങ്ങിയത്? ഭയ്യയുടെ കൂടെ അല്ലെ. ഭയ്യാക്കെ സാത്ത് എന്ന് പറഞ്ഞ ഭയ്യയുടെ കൂടെ. നെക്സ്റ്റ്, പേട് पर कौन बैठी थी? സാവിയോ, പേട് पर कौन बैठी थी? എന്താണ്? പേട് पर कौन बैठी थी? സാവി ഇതുവരെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തില്ലേ? നീലാഞ്ജന പറയുന്ന കേട്ടോ സാവിയോ? നീലാഞ്ജന, പേട് पर कौन बैठी थी? കൈലാശ. പേട് पर മരത്തിന്റെ മുകളിൽ ആരാണ് ഇരുന്നത്? മൈന. മോൾ എന്താ ആദ്യം പറഞ്ഞത്? കൈലാശ. കൈലാശ എന്നല്ല മോളെ, കൈലാശ്. നമ്മള് ഒരു വാക്ക് വരുമ്പം ലാസ്റ്റ് വരുന്നത് നമ്മുടെ ചില്ലക്ഷരമായിട്ട് വരും. കൈലാശ്, കൈലാശ എന്നല്ല വായിക്കും, കൈലാശ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? പേട് पर कौन बैठा था? बैठी थी. ആൻസർ ഈസ് മൈന. മരത്തിന്റെ മുകളിൽ. കോൻ എന്ന് പറഞ്ഞ ആരാണ്? ഹൂ എന്നാണ്. കോൻ എന്ന് പറഞ്ഞാല് ഹൂ. ആരാണ് മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നത്? നെക്സ്റ്റ്, ശൈലജ ഔർ ഭയ്യ की बातें किसने सुनी? അതേ വർഷ. ശൈലജ ഔർ ഭയ്യ, ശൈലജയും ബ്രദറും പറയുന്ന കാര്യം ആരാണ് കേട്ടത്? അവര് നടക്കാൻ പോയപ്പോ അവർ കാര്യം പറയുമ്പോ ആരാണ് കേട്ടോണ്ട് വന്നത്? എന്താ ദേവർഷ ഇത്? ഭയ്യാനോ ഐപ്പുന? ശൈലജയും ഭയ്യയും നടക്കാൻ ഇറങ്ങിയപ്പോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോയതല്ലേ? മൈനയെ കണ്ട കാര്യം, അത് ചിറകിട്ടടിക്കുന്ന കാര്യം പറഞ്ഞത് ആരാണ് കേട്ടുകൊണ്ട് വന്നത്? ഐപ്പുന. ഐപ്പുനിക്ക് റേഞ്ച് പ്രശ്നം. കൈലാഷ്. വെരി ഗുഡ്, കൈലാഷ് ആണ് അല്ലെ. കൈലാഷ്. അപ്പൊ കിസ്നെ സുനി അല്ലെ. കിസ്നെ സുനി എന്ന് വരുമ്പോ ആൻസർ വരുന്നത് കൈലാസ്നെ. പിന്നെ എവിടെയുണ്ട്? കൈലാഷിന് എഴുതിയാൽ മതി. നെക്സ്റ്റ്,
शैलजा ने कांपी पर किसका चित्र बनाया? मोहम्मद मुब्दासिम। शैलजा ने कांपी में मैना का चित्र बनाया. മൈനയുടെ ചിത്രമാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വരച്ചത് അല്ലേ? നിങ്ങൾക്കറിയോ പേപ്പറും കൊണ്ടൊക്കെ പിക്ചർ ഉണ്ടാക്കാൻ അറിയോ? അറിയാല്ലേ? ഓക്കെ. അപ്പൊ മൈനയുടെ പിക്ചർ ഉണ്ടാക്കാൻ നമുക്ക് വരയ്ക്കാം, കളർ കൊടുക്കാം, എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ ചെയ്യാട്ടോ. Our chapter is over. Then next week we will have class test. This lesson. പാട്, നൗ, ഐക്കി മാത്ര. നിങ്ങൾക്ക് അടുത്ത ആഴ്ച ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. All of you study well. Okay. ഇന്ന് ഒരു ഉഷാറില്ലാത്ത ചോറുണ്ട് ടൈം ആയതുകൊണ്ടായിരിക്കും അല്ലെ? ചോറൊക്കെ ഉണ്ടിട്ട് നമുക്കൊന്ന് ഉറങ്ങാനുള്ള ടൈം ആയതുകൊണ്ടായിരിക്കും അല്ലെ? എക്സാം കേട്ടിട്ടാണോ? ഓക്കെ. ഒന്ന് ഈ പാഠഭാഗം ഒന്ന് വായിച്ചാലോ? ഫസ്റ്റ് ചാൻസ് ഈസ് ദീക്ഷിത്. Then read fast. അതാണ് ഇവിടെ വായിച്ചോ. ഇത് വായിച്ചോ ഫസ്റ്റ്. ഐ കീ മാത്ര. മോനെ ദീക്ഷിത്, 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 can you hear me? ദീക്ഷിതിന് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ദീക്ഷിതെ കേൾക്കാൻ പറ്റുന്നില്ല? ദീക്ഷിത്, ദീക്ഷിത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ദീക്ഷിത്, can you hear me all? Yes. അതെന്താ ദീക്ഷിതിന് എന്താ എന്നെ കേൾക്കാൻ പറ്റാത്തത്? നോ റിപ്ലൈ. ഉണ്ടല്ലോ ദീക്ഷിത്, ഒന്ന് തമ്പി ഉയർത്തി കാണിക്കാമോ? ഓക്കെ. ഇവിടെ ശ്രദ്ധിച്ച്, ഞാൻ എത്ര പ്രാവശ്യം മോനെ വിളിക്കുന്നു? മോനെ സ്റ്റോറി വായിക്കണ്ട. മോൻ ആദ്യം ഈ പേജ് വായിക്ക്, ഈ വാക്കുകൾ വായിക്കുക കേട്ടോ. Then unmute. ഐരാവത്. Ta plus ki matra plus la is equal to taila. Ba plus I ki matra plus la is equal to bail. Equal to Ma plus I ki matra plus nya is equal to maina. Ta plus I matra plus ya plus ka is equal to tairak. തൈരാക്ക്. By. ഓക്കെ. By. റിച്ചാർഡ്. ഓക്കെ. ഇതുപോലെ വായിക്കണം കേട്ടോ. റിച്ചാർഡ് കുറച്ചായിട്ട് വായിക്കാം. എല്ലാരെ കൊണ്ടൊന്ന് വായിപ്പിക്കാലോ. പഠിക്കർ സീക്കോ. പാടാണോ പഠിക്കർ സീക്കോ ആണോ? പഠിക്കർ സീക്കോ. ഒരാൾ വായിച്ചതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു പോവാം. ബൈഗ്, ബൈഗ്, ബൈഗ്,
भैया, सैनिक, बैठा, बैठ, बैठ, नैया, मैदान, No, no. मैदान, 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 सैर, मैया, पैर, पैर, बैलागिरी, बैलगाड़ी, बैलगाड़ी, मैदा, हैरान. very good, very good. Next, NASA. ആ പടുക്കർ സീക്കോ എന്നുള്ള വാക്കുകളൊന്ന് വായിച്ചു കേൾപ്പിച്ചേ. ഇപ്പൊ റിച്ചാർഡ് വായിച്ചത് തന്നെ. നാസ, റീഡ് ഫാസ്റ്റ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ നാസ? എനിക്ക് ഇത് ദേഷ്യം വരുന്ന ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു റിപ്ലൈ ഇല്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നില്ല, ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ എത്ര പേടിക്കുന്നേ? നെക്സ്റ്റ് ജോവിൻ, ജോവിൻ ആൻഡ് ജോയൽ. എനിക്കിത് ഇഷ്ടമല്ല കേട്ടോ നാസ. ഒരു കാര്യം ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യണം. ജോവിൻ ആൻഡ് ജോയൽ അൺമ്യൂട്ട് ആവുന്നില്ലേ? ഒന്ന് ട്രൈ. ആയല്ലോ ആയല്ലോ. പടുക്കർ സീക്കോ എന്നുള്ള ആ വേർഡ്സ് ആരാ വായിക്കുന്നേ? ജോയലാണോ ജോവിനാണോ? ജോവിൻ വായിക്കും. ജോവിനാണ് ഫസ്റ്റ്. ഓക്കെ. बैग, ബൈഗ്, ബൈഗ്, बैग, बैग, ഓക്കെ. ഹിന്ദി വേർഡ് മാത്രം വായിച്ചാൽ മതി. बैग, बैग, ബൈഗ എന്നല്ല മോനെ, ബൈഗ്. बैग, ഭയ്യ, എടുത്ത് വായിക്കും. ഭയ്യ, भैया, गदर, सैनिक, ഹിന്ദി വേർഡ് बेटना, ഓക്കെ. ബൈറ്റ്, ബൈത്ത, नैया, നയ്യ, बोट, മൈദാൻ. मैदान, നെക്സ്റ്റ് ജോയൽ. ഇവിടെ സൈർ, തൈർ, ഉറക്കം വായിക്കും. शहर, സൈർ, തൈർ, ഇത് മാത്രം വായിച്ചാൽ മതി. ഇനി ഇവിടെ ജോയൽ സേ സൈർ, മയ്യ, മയ്യ, मैया, പൈർ, बोट, പൈർ, പൈർ, ഗാഡി, ബൈൽഗാഡി, गाड़ी, മൈദ, मैदा, ഹൈരാൻ. हैरान पण सरप्राइज था. ഓക്കെ. ആദിത്, बाइक, भैया, सैनिक, സൈനിക്, बैनिक, ബൈറ്റ്, बाइट, भैया, നയ്യ, नैया, मैदा,
മൈദാൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അമൃത. അമൃത. പഠിക്കാൻ മിസ് ഏതാണ് മഴയാന്ന് മിസ് കേട്ടിട്ട. അതാണ് ഭയങ്കര സൗണ്ട് അവിടെ അല്ലേ? ദേവാങ്ക്. ജിയ റോസ്. ജിയ റോസ്. പടുക്കർ. എന്താണ് എവിടെ വായിക്കുന്നേ? ഫസ്റ്റ് തൊട്ട് വായിക്കേ. ബൈഗ്. ബൈഗ്. ഭയ്യ. ബയ്യ. സൈനിക്. സൈനിക്. ബൈട്ട്. ബൈറ്റ്. നയ്യ. മൈദാൻ. സൈർ. ഓക്കെ. മയ്യ. പർ. ഫയർ. ബൈൽഗാഡി. ബൈങ്കാടി. മൈദ. മൈദ. ഹൈരാൻ. ഹൈരാൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് മുബ്ദാസിം. തന്നെ വായിച്ചോ? പഠിക്കൽ സീക്കൾ ഈ വാക്കുകൾ ഒന്ന് വായിച്ചു കേൾക്കട്ടെ. ബൈഗ്. ബൈഗ്. ബയ്യ. സൈനിക്. ബെട്ട്. സൈർ. നയ്യ. ഓക്കെ, ഓക്കെ. നയ്യ. മൈദാൻ. മൈദാൻ. ഓക്കെ, വെരി ഗുഡ്. അമൻ മാധവ്. ഓക്കെ, ബസ്. അമൻ. മുഹമ്മദ് മുബ്ദാസിം. മോനെ. അമൻ മാധവ്. റേഞ്ച് പ്രശ്നമാണ്. ദേവാങ്ക്. അമനുണ്ടോ? ഓക്കെ, അമൻ വാ. മൈദാൻ കഴിഞ്ഞിട്ടുള്ള വാക്കുകൾ വായിച്ചേ. സൈർ. സൈർ. ക്ലിയർ കുറവാണ്. ദേവാങ്ക് നോക്കട്ടെ. ബയ്യ. സൈനിക്. ബൈട്ട്. നയ്യ. മൈദാൻ. സൈർ. മൈഗ്. മയ്യ. ഹയർ. പൈർ. ബൈൽഗാഡി. ബൈൽഗാടി. മൈദ. മൈദ. ഹൈരാൻ. 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 ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്ത് തരാം. ബാക്കിയുള്ള വർക്കൊക്കെ നിങ്ങൾ തന്നെ എഴുതിയെടുക്കണം കേട്ടോ. ഈ ശബ്ദാർത്ഥമൊക്കെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക. അതുപോലെ ശ്രുതിലേക്ക് എഴുതിയെടുക്കണം. പിന്നെ ഏതാണ് ക്വസ്റ്റ്യൻ ആൻസർ ലാസ്റ്റ് വരുന്നുള്ളൂ. അപ്പൊ 5 വർക്കാണ് നോട്ട്ബുക്കിലേക്ക് വരിക. ബാക്കിയുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ വർക്കാണ്. അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അല്ലെ? ഇനി ഒരു കളർ കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ മിസ് തരുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം അല്ലെ? ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എഴുതാം.
ആൻസറെ അയച്ചു തരാം, അത് എടുത്ത് എഴുതണം. പിന്നെ എന്താണ് നെക്സ്റ്റ്, നമുക്ക് ഇപ്പൊ എക്സാമിന് വേണ്ട പാഠഭാഗം ഏതായാലും ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. പാട് നൗ ഐക്കി മാത്ര ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് റിവിഷൻ ആയിരിക്കും. ഇപ്പൊ റിവിഷൻ എന്ന് പറയുമ്പോൾ അതിനിടയില് ശ്രുതിലേക്ക് ഉണ്ടാവും ക്ലാസ് ടൈമിൽ തന്നെ. ചിലപ്പോൾ ഓറൽ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. നെക്സ്റ്റ് വീക്ക് ഏതായാലും ക്ലാസ് ടെസ്റ്റ് പറഞ്ഞു അല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ എവിടെ നിന്നോട്ട് എക്സാം കഴിഞ്ഞിട്ട് എടുത്തത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞിട്ടുള്ള ഭാഗം എവിടെ നിന്നാണ്? ഊക്കി മാത്രമായിട്ടാന്ന് തോന്നുന്നു അല്ലെ നമ്മൾ പുതുതായിട്ട് പഠിച്ചത്, ആണോ? ിയാണ ഞാനും വായിച്ചോ, ഒരു മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഊക്കി മാത്രമായിട്ടാണ് അല്ലെ? നമുക്ക് റിവിഷൻ ഒന്നുകൂടെ എടുക്കാം. ഓക്കെ ബിയോണ, ലെറ്റ് സ്റ്റാർട്ട്. ബൈഗ് 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 ബയ്യ ബിയോണ വായിക്കുന്നതോടെ നമ്മുടെ ഉണ്ടാവും. നൈന് ബൈറ്റ് നയ മൈദ് മൈദ മയ മയ മഴയല്ല, മയ്യ മയ്യ ഫയർ 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 ബൈൽഗാടി മൈദ മൈദ ഹൈരാൻ. ഹൈദ. ഉണ്ടോ നിങ്ങൾക്ക് സ്പീഡിൽ വായിക്കാനും അറിയാം എന്നപ്പോ അല്ലേ? ടൈം തീരുന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വായിച്ചു. വെരി ഗുഡ്. See you next week. All of you study well.